മാളവിക ബിന്നി താങ്കൾ നേരത്തെ കൈ ഉയർന്നത് ഞാൻ കണ്ടിരുന്നു, അതിന് മറുപടി പറയാം. ഒപ്പം തന്നെ ഇപ്പൊ ഇതിലൊരു വിമർശനമാണ്, ഞാൻ നടത്തിയത് വിമർശനമാണ് എന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും പറയുന്നത്. ആ വിമർശനത്തിന് അതീത അല്ല എന്ന് പറയുകയാണ്. അതിപ്പോ മഹാത്മാഗാന്ധിയെ നമ്മൾ വിമർശിക്കുന്നുണ്ട്, മദർ തെരേസയെ വിമർശിക്കുന്നുണ്ട്, അതുപോലെ 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 ഞാൻ ഹണി റോസിനെയും വിമർശിക്കുകയാണ് എന്ന് പറയുകയാണ്. ഹലോ ഡോക്ടർ മാളവിക, കേൾക്കാമോ? ഹലോ, എന്നോടാണ് ചോദ്യം. എനിക്ക് ഇടയ്ക്ക് കണക്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചരിത്ര അധ്യാപികയാണ്. ഞാൻ വർഷങ്ങളായിട്ട് റിസർച്ച് ചരിത്രത്തിൽ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അതിനകത്ത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, സററ്റോറിയാലിറ്റി എന്നാണ്. അതായത് വസ്ത്രധാരണത്തിന്റെ ചരിത്രത്തിനെ കുറിച്ച് ഉള്ള പഠനത്തെയാണ് സററ്റോറിയൽ, വസ്ത്രധാരണ രീതിയെ കുറിച്ച്. ഇങ്ങനെ നമ്മൾ ഇന്ത്യയിൽ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒറ്റ ഒരു വസ്ത്രധാരണ രീതി ഇല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്. രണ്ട്, എന്താണ് ഡീസന്റ് വസ്ത്രം, അല്ലെങ്കിൽ കുലസ്ത്രീകളുടെയും കുലപുരുഷന്മാരുടെയും വസ്ത്രം എന്നുള്ള ഒരു വസ്ത്രം പോലും നമ്മൾ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലും പലതായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇപ്പം കാളിദാസന്റെ ശാകുന്തളത്തിലെ ഓപ്പണിംഗ് ആക്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ശകുന്തളയുടെ മുലക്കൊച്ച കെട്ടിക്കൊടുക്കാൻ അനസൂയയോട് പറയുന്ന ഒരു സെക്ഷൻ വെച്ചാണ് ശാകുന്തളം തുടങ്ങുന്ന ആക്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഹൈലി സെക്ഷലൈസ്ഡ് ഒരു കണ്ണിലൂടെ നോക്കാം, അല്ലെങ്കിൽ അതിന്റെ ഐസ്തറ്റിക് ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു ഐസ്തറ്റിക് ഭംഗി, ഇതിന്റെ സർഗാത്മകതയെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പറ്റം മനുഷ്യരുണ്ട്. അവര് അത് കാലവുമായിട്ട് മാത്രമല്ല, നമ്മുടെ ചരിത്രത്തെ തന്നെ നിഷേധിക്കലാണ് ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് സ്ത്രീയുടെ വസ്ത്രധാരണ രീതിയും മേലും സ്ത്രീകൾ എങ്ങനെ നടക്കണം എന്നുള്ളതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നതെന്നും ചോദിച്ചാൽ നമ്മൾ ഭയങ്കര കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഗുപ്തകാലത്തിൽ എഴുതിയിട്ടുള്ള സ്മൃതി ലിറ്ററേച്ചറിൽ നിന്നാണ് ഇത് തുടങ്ങുന്നതെന്ന്. അപ്പൊ ഈ മനുസ്മൃതി പാരമ്പര്യം വിശ്വസിക്കുന്നവര് വളരെ കൃത്യമാണ്. മനുവാദികളായിട്ടുള്ള ബ്രാഹ്മണവാദികളായിട്ടുള്ള മനുഷ്യർക്ക് അവരെ ഇനി നിങ്ങൾ റൈറ്റ് കൺസർവേറ്റീവ് എന്നോ വേറെ ഏത് പേരിട്ട് നിങ്ങൾ വിളിക്കുക, അതിനെ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പതിഞ്ഞ സ്വരത്തിലോ അല്ലെങ്കിൽ ഭയങ്കര ഹൈലി ആർട്ടിക്കുലേറ്റ് ആയിട്ട് പറയുകയാണെങ്കിലോ നമുക്ക് കാണാൻ പറ്റും നിരന്തരമായിട്ട് ഈ ബ്രാഹ്മണവാദവും സ്ത്രീയുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സ്ത്രീയുടെ വസ്ത്രധാരണ രീതി, സ്ത്രീയുടെ എന്ത് സ്വാതന്ത്ര്യത്തിന്റെ പുറത്തുള്ള റെസ്ട്രിക്ഷന്റെ പുറത്താണ് ഇവിടെ ബ്രാഹ്മണവാദം നിലനിൽക്കുന്നത്. പക്ഷേ ഡോക്ടർ മാളവിക ബിന്നി, ഇപ്പോ രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോഴും വരുന്ന കമന്റുകൾ, ആയിരക്കണക്കിന് കമന്റുകൾ ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ കേരളത്തിന്റെ പൊതുബോധം എന്നുള്ളത് അദ്ദേഹത്തിനൊപ്പമാണോ എന്ന് അദ്ദേഹം പറയുകയാണ്. ഇല്ല, ഇത് കേരളത്തിന്റെ പൊതുബോധമല്ല, ഇത് രാഹുൽ ഈശ്വറിന്റെ പൊതുബോധവും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കൃത്യമായിട്ടുള്ള PR സ്ട്രാറ്റജിയുടെയും PR ഏജൻസികളുടെയും പൊതുബോധമാണ്. നിങ്ങൾ അതിൽ പല ഐഡികളും, ഞാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് അതിലൊരു 10-15ഓളം ഐഡികൾ വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കി. അവര് ആ കമന്റ് ഇടാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച ഐഡികളും അതുപോലെ തന്നെ യൂട്യൂബ് പല യൂട്യൂബ് ചാനലുകൾ ഓൺ ചെയ്യുന്നവരുടെ മൾട്ടിപ്പിൾ ഐഡന്റിറ്റികളും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. യൂട്യൂബ് ചാനലുകളെല്ലാം പോയി നോക്കുകയാണെങ്കിൽ അതുപോലെ ഈ നാരറ്റീവ് സൃഷ്ടിക്കപ്പെടുകയാണ് ഇവിടെ. അതായത് ഇരയും വേട്ടക്കാരനെയും സാമാന്യവൽക്കരിക്കുന്ന, രണ്ടുപേരെയും ഒരുപോലെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന, അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ മറ്റേ ആൾക്ക് ഇങ്ങനെയും ചെയ്യാം എന്നുള്ളത്. ഞാനൊന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഒരു ദളിത് അത്ലറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വലിയ രീതിയിലുള്ള റേപ്പ് അസോൾട്ട് അതില് ഫെലിസത്തിന്റെ കേസ് വേണമെങ്കിൽ ഫയൽ ചെയ്യാവുന്നതാണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതൊരു അത്ലറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. നാളെ ഇവര് പറയില്ല ആ കുട്ടിയുടെ ഡ്രസ്സ് കാരണമാണ് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നതെന്ന്. നാളെ നമ്മുടെ അത്ലറ്റിക് കോമ്പറ്റീഷൻസിന് പോകുന്ന കുട്ടികൾ ഇന്ന വസ്ത്രം ധരിച്ചേ പോകാവുള്ളൂ എന്ന് ഇവർ പറയില്ലേ? ഇതാണോ ഇവരുടെ കൺസർവേറ്റീവ്? അത് ആ കുട്ടിയുടെ തൊഴിലിടമാണ്. അതുപോലെ ഇത് പറയുമ്പോൾ അതിന്റെ ലാർജർ എന്താണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാഞ്ഞിട്ടല്ല, പക്ഷെ രാഹുൽ ഈശ്വർ വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതയുടെ ദീർഘം തന്നെ മറുപടി. ശരി, അതിന്റെ മറുപടി അനുജ മാഡം. ആദ്യം അനുജ മാഡം എന്റെ വരി മാറ്റി ചോദിക്കുകയുണ്ടായി. ഗാന്ധിജിയെയും മദർ തെരേസയും വിമർശിക്കുന്നത് പോലെയാണ് ഹണി റോസിനെ വിമർശിക്കുന്നതെന്ന്. ഗാന്ധിജിയുടെയും മദർ തെരേസയുടെയും വരിയിൽ പോലും രാഹുൽ ഈശ്വറിന്റെയോ ഹണി റോസിന്റെയോ നമ്മുടെ ആരുടെയും പേര് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ വിമർശിക്കാം, പക്ഷെ നമ്മുടെ നാട്ടിൽ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ന്യായം ഉണ്ടോന്നാണ്. അതുകൊണ്ട് ആ 3 പേരുകൾ നമ്മൾ ചേർത്ത് പറയരുത്, രാഹുൽ ഈശ്വറിന്റെ പേര് ചേർത്ത് പറയരുത്. ഇനി അടുത്തത്, നേരത്തെ മാളവിക ബെന്നി മാഡം എന്റെ ചരിത്രം പറഞ്ഞു. മാഡം, ഞാൻ ബ്രാഹ്മണനാണ്,
ആണ്, എന്ത് ചെയ്യാൻ പറ്റും, ആ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ്. പക്ഷേ ഇന്ത്യയുടെ ബഹുസ്വരതയിലും മതസൗഹാർദ്ദത്തിലും ബഹുസ്വര പാരമ്പര്യത്തിലും വിശ്വസിക്കുന്ന വ്യക്തിയുമാണ്. 2022 സെപ്റ്റംബർ 7 കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത കോടതിയിൽ തന്നെ കൗതുകമുള്ള ഒരു ചോദ്യം ഉയർത്തി. ആ ചോദ്യം ഇങ്ങനെയാണ്: റൈറ്റ് ടു ഡ്രസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു അൺഡ്രസ് കൂടിയാണോ? അതായത് വസ്ത്രധാരണത്തിലുള്ള സ്വാതന്ത്ര്യം വസ്ത്രധാരണം അഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണോ എന്ന്. ആ പർദ കേസിലൊക്കെയാണ് അദ്ദേഹം അത് ഉയർത്തിയത്. അതായത് ഈ റൈറ്റ് ടു ഡ്രസ്സിനെ എത്ര സ്ട്രെച്ച് ചെയ്യാം, ഇതാണ് ആ ബേസിക്കലി ചോദ്യത്തിന്റെ അർത്ഥം. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 21 തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ റൈറ്റ് ടു അല്ലെങ്കിൽ ഒരു വരി കൂടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് ലൈഫ് നമ്മൾ പറയുന്നത്. അതിന്റെ ഭാഗമായി ഡീസൻസി എന്നൊരു വാക്കുണ്ട്. ആ വാക്കിനെ സ്കോളറാണ് ശ്രീ പ്രമോദ് പുരങ്കര അല്ലെങ്കിൽ മാളവിക മാഡം, ഇവർ രണ്ടും എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ഡീസൻസി എന്നൊരു വാക്ക് തന്നെ അതിലുണ്ട്. അതായത് ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു കാര്യമുണ്ട്. മൊറാലിറ്റി എന്ന് പറയാത്ത മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സമയത്തിൽ അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ മാഡം ഒന്ന് പറയട്ടെ മാഡം. എല്ലാ ജാതിയുടെ മതത്തിന്റെ കാര്യം മാഡം പറഞ്ഞിട്ട് ഞാൻ അതായത് ഈ ചർച്ചയില് മാഡം എല്ലാരും മനസ്സിലാക്കേണ്ട കാര്യം മാഡത്തെക്കാട്ടി എനിക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷെ മാഡത്തിന്റെ സമയത്ത് ഞാൻ സംസാരിച്ചില്ല. അതൊക്കെ മര്യാദയാണ്. ആ മര്യാദ തിരിച്ചു കാണിക്കണം. ഈ ചർച്ചയിൽ തന്നെ ജാതിയെയും മതത്തെയും ബ്രാഹ്മണനെയും എല്ലാം കൊണ്ടുവന്നതിന് ശേഷം രാഹുൽ ഈശ്വർ ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. രാഹുൽ ഈശ്വറിന്റെ ബ്രാഹ്മണനോടാണ് 99% മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സപ്പോർട്ട് ചെയ്യുന്നത്. മാഡം വെറുതെ കമന്റുകൾ നോക്കിയാൽ മതി. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഡീസൻസി എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഭരണഘടനാ സങ്കല്പത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഡീസൻസി, പബ്ലിക് ഓർഡർ തുടങ്ങിയ കാര്യങ്ങൾ. ആ ഡീസൻസിയെ ഉയർത്തിപ്പിടിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഹണി റോസിനെ ഞാൻ ഒരു വരി കൊണ്ട് പോലും അസഭ്യം പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ഒരു വാക്കുകൊണ്ട് പോലും മോശം പറയുകയുമില്ല, പറയത്തുമില്ല. അല്ലെങ്കിൽ സെക്ഷലി കളേർഡ് റിമാർക്ക് പറയില്ല. പക്ഷേ ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കിക്കൂടെ? അത് ആർട്ടിക്കിൾ 19 റീസണബിൾ റെസ്ട്രിക്ഷൻ ആയി വരുന്ന ഡീസൻസി എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിച്ച് ഹണി റോസ് വിമർശനത്തിന് അതീതയാണോ? എന്ത് തരം നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്? അതുകൊണ്ട് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാത്മാഗാന്ധിയെ കയ്യിൽ മാത്രമല്ല മനസ്സിൽ പച്ച കുത്തുന്ന ഒരു ഗാന്ധിയനാണ് രാഹുൽ ഈശ്വർ. 100% സത്യസന്ധമായിട്ടേ പറയൂ. പറയുന്ന കാര്യങ്ങൾ നേരെ മുഖത്ത് നോക്കി പറയും, വളഞ്ഞു കെട്ടിയൊന്നും പറയില്ല. ഹണി റോസിനോടുള്ള വിമർശനം തുടരും, ബഹുമാനപരസ്പരമുള്ള വിമർശനം തുടരും. നാട്ടുകാരും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഹണി റോസിനെ റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസം തുടരണം എന്നുള്ളതാണ്. ശരി, താങ്കൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കൊക്കെ മുന്നിൽ വന്നിരുന്ന് ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് താങ്കൾ ഇപ്പൊ പറയുന്നത് താങ്കൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നു. താങ്കൾ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇങ്ങനെ നിരന്തരം വിമർശനം ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ്? 100% ബോബി ചെമ്മണ്ണൂർ തെറ്റാണെന്ന് ആദ്യം പറഞ്ഞ ഒരുപക്ഷെ ഞാനായിരിക്കും. ബോബി ചെമ്മണ്ണൂർ തെറ്റാണ്, ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ശരിയല്ല, അതിന് മാപ്പ് പറയണമെന്ന് ആദ്യം താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വർ? ഈ ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റ് അതിന് കാരണം ഉണ്ട് എന്ന് പറഞ്ഞത് ഹണി റോസിന്റെ തലയിൽ കെട്ടിവെക്കുകയും ഹണി റോസിനെതിരെ ഇപ്പോൾ അധിക്ഷേപം താങ്കൾ പറയുന്ന പോലെ ഒട്ടേറെ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് താങ്കളാണോ? അപ്പോൾ താങ്കൾ എന്ത് ബോബി ചെമ്മണ്ണൂരിനെതിരെ അല്ല താങ്കളുടെ യഥാർത്ഥത്തിലുള്ള വിമർശനം? അതിനെ എതിർക്കുന്നു അല്ല മാഡം, ഹണി റോസിനോടൊപ്പമാണ്, ഹണി റോസിന്റെ കുടുംബത്തിനോടൊപ്പമാണ്. എന്റെ സപ്പോർട്ട് ഒന്നും അവർക്ക് വേണ്ട, അങ്ങനെ ഉദ്ദേശമല്ല പറയുന്നത്. ഹണി റോസും കുടുംബവുമാണ് ഇപ്പോൾ ഏറ്റവും വലിയ മനോവ്യഥയിലൂടെ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കുറിപ്പ്, ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു എന്ന ആദ്യത്തെ വരി താങ്കൾ കണ്ടില്ലേ രാഹുൽ ഈശ്വർ? ഞാൻ കണ്ടു മാഡം, അതുകൊണ്ടാണ് അവരുടെ വിഷമത്തോട് ചേർന്ന് നിൽക്കുമെന്ന് പറയുന്നത്. എനിക്ക് ഒരു പോയിന്റേ ഉള്ളൂ, ഒരു ന്യൂവാൻസ് നമ്മുടെ ഡിബേറ്റുകളിൽ വേണം. ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന ആറ്റിറ്റ്യൂഡ് നമുക്ക് എടുക്കരുത്. ഒരു മധ്യപാത പോസിബിൾ ആണ്. എക്സ്ട്രീം ലിബറലായി നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ സമൂഹത്തെ കാണൂ എന്ന് പറയരുത്. നിങ്ങൾ ലിബറലുകളെ പോലെ ഞങ്ങൾ കൺസർവേറ്റീവുകളും ഈ നാട്ടിലില്ലേ? പ്രമോദ് പുഴങ്കർ സാർ പറയുമോ ഞങ്ങൾക്ക് കൺസർവേറ്റീവ് ആയതുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ അവസരമില്ലെന്ന്? നെഹ്റുവിയൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ നെഹ്റുവിയൻ സങ്കല്പങ്ങളെ ബഹുമാനിക്കുന്നു. പക്ഷേ ഗാന്ധിയൻ ചിന്താധാരകളുമില്ലേ? ഗാന്ധിജി ലിബറൽ ആയിരുന്നോ? ഗാന്ധിജി കൺസർവേറ്റീവ് ആയിരുന്നില്ലേ? ഗാന്ധിജി ലെഫ്റ്റ് ലിബറൽ ആയിരുന്നോ? റൈറ്റ് കൺസർവേറ്റീവുകളോട് സംസ്കാരപരമായി ചേർന്ന് നിന്ന വ്യക്തിയല്ലേ? അപ്പൊ ഈ നാട്ടിൽ സാംസ്കാരിക പരിസരം ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വിമർശിക്കാനുള്ള സ്പേസ് എങ്കിലും ബാക്കി വെക്കണം. ഹണി റോസ് വിമർശനത്തിന് അതീതയാണ് എന്ന തെറ്റിദ്ധാരണ നമ്മൾ ഉണ്ടാക്കരുത്. ബോച്ചയെ നിങ്ങൾ വിമർശിക്കൂ, ബോച്ചെ ചെയ്ത് തെറ്റാന്ന് പറയൂ. ഒരു വരി കൂടെ പറയാം, ബോച്ചയെ ന്യായീകരിക്കാൻ വേണ്ടി കുന്തി എന്നുള്ളത് ഷഫാഖ് നാസാണ് എന്ന് രാഹുൽ ഈശ്വറോ ആരും പറഞ്ഞില്ല. അങ്ങനെ ഒരു സ്ത്രീ ഒറിജിനലി ഉണ്ട്. ബോച്ചയോട് ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണോ?
പൊതു ഇടവല്ലേ, ശ്രദ്ധിക്കണ്ടേ? രാമൻപിള്ള സാർ വഴി ബോച്ചെ പറഞ്ഞത് തെറ്റായി പോയി സാർ, ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല. ഇനി അതിന്റെ പേരിൽ 3 വർഷം ആ മനുഷ്യനെ ജയിലിലിടണോ? പക്ഷേ രാഹുൽ ഈശ്വർ, ഞാനിപ്പോ ഒരു കാര്യം ഇപ്പൊ ഈ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു രാമൻപിള്ളയേക്കാൾ കൂടുതൽ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളാണ് എന്ന്. കാരണം ഈ ഇതിലൊരു വസ്ത്രധാരണത്തിന്റെ പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള പോയിന്റ് ഒന്നും അവിടെ രാമൻപിള്ള ഉന്നയിച്ചതായി നമുക്കറിയില്ല. കോടതിയിലേക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ താങ്കളാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അത് പറയുന്നതിന്റെ ഒരു കാരണം കൂടെ ഞാൻ പറഞ്ഞു. അല്ല, അതിന്റെ ഒരു കാരണം കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ 2 വർഷമായിട്ട് അനുജാജി ഈ നാട്ടിലുള്ള പ്രധാന സാംസ്കാരിക ഡിബേറ്റ് എല്ലാം എടുത്തു നോക്കൂ. ഞാൻ പറഞ്ഞ നിലപാടുകൾ ശരിയും അനുജ മാഡം അടക്കം പറഞ്ഞ നിലപാടുകൾ തെറ്റാന്നും കാണാം. സിദ്ദിഖിന്റെ കാര്യത്തിൽ, ഉമർ ലുലുവിന്റെ കാര്യത്തിൽ, എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ വേറെ വിജയ് ബാബുവിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കേസും, അല്ലെങ്കിൽ നിവിൻ പോളിയുടെ കാര്യത്തിൽ മനസ്സിലാവുന്നില്ല. ഞാനൊരു വേഗം ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം വേഗം എത്താം.